മറ്റൊരാൾക്ക് സഹായം ചോദിച്ചാണ് ഈ മനു എന്ന് പറയുന്ന 24 വയസ്സുള്ള പയ്യൻ എന്റെ അടുത്ത് വന്നത്. കോന്നിലാണ് താമസിക്കുന്നത്. ഞാൻ വനമേഖലയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർമി ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. ചില ആൾക്കാരുടെ ലൈഫ് കാണുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ എത്രത്തോളം ലക്കിയാണെന്ന്. കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇല്ലാത്തതിനെ പറ്റി പരാതി പറയുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒന്ന് തന്നെയാണ് ഞാൻ. ഇങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഒരു മാലാഖേൻ്റെ രൂപം പോലെ വന്ന് അവരാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിമിഷം കൊണ്ട് ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് പേഴ്സൺ. ഞാൻ സംസാരിക്കാൻ പോകുന്നത് അച്ചായനെ കുറിച്ചിട്ടാണ്. അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിനെ ചാരിറ്റിയിൽ കൂടെ അറിഞ്ഞു തുടങ്ങിയ ഒരു ലോകം പിന്നെ കോൺട്രവേഴ്സിയിൽ കൂടെ അറിഞ്ഞു തുടങ്ങി. കോൺട്രവേഴ്സി അല്ല എന്താണെങ്കിലും എൻ്റെ വഴി ഞാൻ വെട്ടിയ രീതിയിൽ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അത് എത്തിയിരിക്കുന്നത് മനു ആണ്. ഏകദേശം ആളുടെ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനു അച്ഛൻ അമ്മ ഒരു സിസ്റ്ററും ഒരു ബ്രദറും കൂടെ എങ്ങനെ ആ വീട്ടിൽ താമസിക്കുമെന്ന്. +2 പാസ്സായെങ്കിലും തുടർ വിദ്യാഭ്യാസം നടത്താൻ പറ്റിയില്ല. ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണമെന്നാണ്. മിലിറ്ററി ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചെറിയ ആഗ്രഹമൊന്നുമല്ല. കാരണം നമ്മൾ അവിടെ പോകുന്നതും നമ്മളുടെ ട്രെയിനിങ് തന്നെ കടുത്ത രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളാണ്. നമ്മളുടെ ലൈഫ് തന്നെ നാഷന് കൊടുക്കുകയാണ്. അതിന് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് എത്താൻ പറ്റൂ. ആ ആഗ്രഹം കൊണ്ട് നിന്ന മനുഷ്യനെ ആ ആഗ്രഹത്തിലോട്ട് എത്തിക്കാൻ ഇന്ന് ഈ അച്ചായന് സാധിച്ചിട്ടുണ്ട്. എത്ര പൈസ ചെലവാക്കി എന്ന് എണ്ണി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു വീടുണ്ടാക്കി കൊടുത്തു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു, അതിൻ്റെ ഫീസ് അടച്ചു, ഹോസ്റ്റൽ ഫീ അടച്ചു. മനു പോയാൽ ആ കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. ആ പൈസയിലുപരി മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വെളിച്ചത്തെ തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ച ആ മനുഷ്യനിരിക്കട്ടെ ഇന്നത്തെ ലൈക്കും അതിൻ്റെ കൂടെ എനിക്കൊരു സബ്സ്ക്രൈബും.